നമുക്ക് ക്രിസ്തീയ കീർത്തനങ്ങളിൽ 17-ാമത്തെ പാട്ടുപാടി വിശുദ്ധ കുർബാന ശുശ്രൂഷ ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിലെ 17-ാമത്തെ. മന്നവനേ മഹോന്നത, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. ഇത്തരയിൽ നീ ഒഴിഞ്ഞില്ലാരുമേ. ഞങ്ങൾക്കാശ്രയമായി മേലിലും നീ മാത്രമേ. ഞങ്ങൾക്കാശ്രയമായി മേലിലും നീ മാത്രമേ. ദൈവദൂത സൈന്യം നിന്നെ നമിക്കുന്നു. പരിശുദ്ധ ദോഷികളാം ഞങ്ങളതിനെന്തുള്ളൂ. ഓർത്താൽ നിന്റെ നാമം ചൊല്ലിടാനും പോരായേ. ഓർത്താൽ നിന്റെ നാമം ചൊല്ലിടാനും പോരായേ. മഹാദേവ, മക്കൾ ഞങ്ങൾ തിരുമുൻപിൽ വണങ്ങുന്നു. മാരി പോലിന്നനുഗ്രഹം നൽകണം. സർവഖേദവും തീർത്തു നീ ഞങ്ങൾ കാകണം. സർവഖേദവും തീർത്തു നീ ഞങ്ങൾ കാകണം. ഭക്തന്മാരെ രാപ്പകൽ നാം തിരുമുൻപിൽ ആരാധിപ്പാൻ എത്ര വേഗം വാനരാജ്യേ പോയിടാം. സർവസമ്മതവും ലഭിച്ചെന്നും പാർത്തിടാം. സർവസമ്മതവും ലഭിച്ചെന്നും പാർത്തിടാം. ശോഭ നിറഞ്ഞോരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസരാം ഞങ്ങളുടെ ദുശ്ചിന്ത ദുർമോഹം ശമനം ചെയ്വതിനും അയ്യോ വിളിക്കുന്നു നിൻ നാമത്തെ. മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരവണ്ണമില്ലാത്തനും തന്റെ കൃപയാൽ സകലം നിശ്ചയം ചെയ്യും രക്ഷിക്കും വേണ്ടി വിശുദ്ധ കന്യകയായി ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മൃണത്താൽ ഞങ്ങളുടെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധാത്വത്തിലൊരുവനും തന്റെ പിതാവിനോടും ജീവനുടെയും കൂടെ തുല്യമായി ബന്ധിക്കപ്പെട്ട് സ്തുതിപ്പെടുന്നതുമായ നെടുമശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ
പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ. കുരിയേലായിസോൻ. കുറിയേലായിസോൻ. കുരിയേലായിസോൻ. കുറിയേലായിസോൻ. കുരിയേലായിസോൻ. പൗലോസു ശ്ലീഹ ഭാഗ്യവാൻ ചൊല്ലിടുന്നു. നിങ്ങളെ ഞങ്ങളറിയിച്ചതന്നെ മറ്റൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തോ അവസാനിപ്പിപ്പോൾ തന്നെ. ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ സ്ലീഹന്മാരുടെയും പരിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹായുടെയും കൽപ്പനകൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 11 അധ്യായത്തിൽ നിന്നും സ്ലീഹമാടിയവന് സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവൻ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇതേ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലിയിൽ കർത്താവിന് വെളിപ്പിൽ കാഴ്ച കിടത്ത് വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ,
ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ പരിശുദ്ധമുള്ള എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും പരിശുദ്ധ രൂഹയുടെ നൽപുറം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും തിരികിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങൾ എല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശു വബകുലസ്ബാൻ ലുൽമേൻ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് നിന്റെ ആത്മാവോട് കൂടെ ഞങ്ങളെയും യോഗ്യരാക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതി ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധമുള്ള എവൻഗേലിയോൻ. ബന്ധുവിനും വരുമാനിക്കനുമായ വാഴ്ത്തപ്പെടുന്നതാകുന്നു നമ്മുടെ രക്ഷയ്ക്കായ പിതാവിന് സ്തുതി. തന്മൂലങ്ങൾ നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലിൽ പ്രകാരം കൽപ്പിച്ച് പഠിപ്പിച്ചു. അപ്രകാരം വിശ്വസിച്ചുകൊണ്ടാടുന്നു. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിലുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നുവെന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഉപദേശം ശാസന ശിക്ഷാനിധിലഭ്യാസം ഈ വചനത്താ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ പരമപിതാവേ വേഗം നീ റൂഹായാലേ അരുളിയിടേണമെന്നും. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചവരെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശപുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും നിരന്തരവുമായ ഗ്രേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. തൻ്റെ ശരീരം മുറിച്ച് നമ്മെ തീറ്റുകയും തൻ്റെ രക്തം കലർത്തി നമ്മെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമനാഥനായ മിശിഹാ തമ്പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്ത് നമ്മുടെ ആയുസ്സിൻ നാളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. ഹോശോ വബകുലസ്ബാൻ ലുൽമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചവരെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ചില്ലാതെ ആക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പരിപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള ഇതിൻ്റെ സർവ്വമക്കളുടെയും പാപങ്ങളും നിന്റെ സ്നേഹാനുണത്താൽ മായിച്ച് നല്ലവരെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധി ബോധമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണയും ദൈവമാണെന്ന് മഞ്ഞ് ഞങ്ങളുടെ മേൽ പിടിക്കണമേ. ഞങ്ങളുടെ കരുണകൾ ദൈവമാണെന്ന് മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായ ഞങ്ങളുടെ കർത്താവായ രാജാവായ മിശിഹായേ, ഞങ്ങൾ പാപരിഹാരവും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനമുള്ള ശിക്ഷകളും കോപത്തിൻ്റെ പടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾ നീക്കി വായിച്ച് കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്ക് നൽകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ.
നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലാം ഇപ്പോഴും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ഹോശോ ഇറേന്മാരിൽ നിന്നും മാലാഖമാരിൽ നിന്നും പറഞ്ഞിരിക്കുന്നവനായ പിതാവായ ദൈവമേ, നിന്റെ മുമ്പാകെയും തന്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട വാത്സല്യമുള്ള ഏകജാതനായ പുത്രന്റെ മുമ്പാകെയും തന്റെ ആവശ്യപ്പാൽ ലോകത്തെ പരിപാലനമാക്കുന്ന പരിശുദ്ധ റൂഹാദപുരാന്റെ മുമ്പാകെയും നിന്റെ കരുണാസനത്തിന് മുമ്പാകെ വിശുദ്ധയാവിടത്തെങ്കിൽ ഞങ്ങളെ ആത്മീയാങ്ങളാകുന്ന സത്യാനുതാപവും സ്തുതിസ്തോത്രങ്ങളും ഞങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. കർത്താവേ, ഇവയെ കൈക്കൊണ്ട ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും ലംഘനങ്ങൾ ക്ഷമിക്കുകയും ഇടപെട കുറ്റങ്ങളെല്ലാം മായ്ച്ചു കളയുകയും ചെയ്യണമേ. കർത്താവെ, വിശുദ്ധിയോടെ വിശുദ്ധ മേശയിൽ സംബന്ധിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ നിരപരാധവും നിർമ്മലവുമായ ജീവിതത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. കർത്താവെ, ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങിക്കൊള്ളണമേ. യുവജനങ്ങളെ പരിപാകതയുള്ളവരാക്കണമേ. പൈതങ്ങളെ നിന്റെ കൃപയിൽ വളർത്തണമേ. സ്ത്രീകളെ സൗമ്യതയും സാവധാനതയും എന്ന മനസ്സെന്ന അക്ഷയഭൂഷണത്താൽ അലങ്കരിക്കണമേ. അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അടിയങ്ങൾ ആയുസ്സോടിരിക്കുന്ന എല്ലാ നാളുകളിലും കരയേറ്റുവാനായിട്ട് തന്നെ ഹോശോ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. സർവശക്തനായ ആകാശത്തെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെയും പിതാവും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്തവനും ജീവിച്ചിരിക്കുന്നവരെ മഹാപ്രഭാതത്തോടെയും വരുമാനിക്കണമായ യേശുമിശിഹായ കർത്താവിൽ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബ്യന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധമുള്ളവരും കാതോലികവും അപ്പോസ്തലികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ പറഞ്ഞ് മനുഷ്യരുടെ എഴുത്തുന്നേൽപ്പിനും വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ ക്രിസ്ത്യ കീർത്തനങ്ങളിൽ 107 പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്നത്രേ. ക്രിസ്ത്യ കീർത്തനങ്ങളിലെ 107. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവരെന്നും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ
കാത്തവനെന്നും പാരിൽ തന്നൻപിനു തുല്യമില്ലെന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. നൽകിയവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. നൽകിയവൻ രക്ഷദാനം തന്നിൽ കണ്ടു ഞാൻ ദൈവിക ജ്ഞാനം. തൻ പദസേവയതന്നഭിമാനം ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ദൈവമായ കർത്താവേ, സ്വർഗീയപിതാവേ, ഈ പ്രഭാതത്തിൽ അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവേ, നീ നൽകുന്ന അനുഗ്രഹങ്ങളും നന്മകളും എത്ര വലുത് എന്നുള്ളത് ഞങ്ങളെ ഓർക്കുകയും തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ അടയാളമായി അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകൾ കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്നും നമുക്ക് ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷയെ സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അവസരം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളിപ്പോൾ എവൻഗേലിയനായി വായിച്ച് കേട്ടത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ്. അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യമുള്ളത്, എന്താണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം? അതിന് തൊട്ടു താഴെയുള്ള വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാണ് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം. ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മനുഷ്യനെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കുകയും ലോകത്തിന് ജീവൻ നൽകുന്നതിന് വേണ്ടി, ലോകത്തിൻ്റെ ജീവനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ ലോകത്തിലാക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്, ജോലി, നമുക്ക് ഔദ്യോഗികമായ ജോലി ചെയ്യുന്ന സമയത്ത് ആളുകൾ പറയാറുണ്ട്, ഭയങ്കര ജോലി തിരക്കാണ്, രാവിലെ ഭയങ്കര ജോലിയാണ്, ഓഫീസിൽ ചെന്നാൽ ഒന്നിനും സമയമില്ല എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ സാധാരണ കാണാറുണ്ട്. എന്നാൽ അവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഒന്നും ചെയ്യാനില്ല എന്നുള്ളത്. ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, ഇപ്പം ഉദാഹരണത്തിന് ശബത്തെന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ളൊരു കാര്യമായിരുന്നു ഇസ്രായേലിന്, അല്ലെങ്കിൽ യഹൂദന്മാർക്ക്. ശബത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച അവർ കാണിച്ചില്ല. കർത്താവ് ശബത്തിനെ ഒത്തിരി വിമർശിക്കുന്നുണ്ട്. ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യൻ ശബത്തിന് വേണ്ടിയല്ല എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായിട്ടുള്ള ഒരു ശബത്ത് നിയമം ഉണ്ടാക്കിയത്? എന്തുകൊണ്ടായിരിക്കും? അവർ അടിമകളായിരുന്നു മിസ്രൈമിൽ. അടിമകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ സന്തോഷം. രാപകൽ അധ്വാനിക്കുകയാണ്. ശനിയാഴ്ച ഒന്നും ചെയ്യരുതെന്ന് പറയും. വെള്ളിയാഴ്ച കൊണ്ട് ശ്രദ്ധിക്കണം, നടന്നു പോകാൻ പോലും പറ്റത്തില്ല. ഈ കറ്റ മെതിക്കാനൊക്കത്തില്ല, ഗോതമ്പ് പാറ്റാനൊക്കത്തില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം എല്ലാ പണികളും തീർത്ത് ശനിയാഴ്ച ഒരു ഫുൾ ഡേ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ സന്തോഷം അടിമപ്പണി എടുക്കുന്നതിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞു, ശനിയാഴ്ച ഒരു പണിയും ചെയ്യരുതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് ചെയ്യരുത്. അവർക്കറിയാം, തൊഴിലിൻ്റെ മഹത്വം അറിയാം. തൊഴിൽ നന്നായിട്ട് ചെയ്യുന്നവനെ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ മഹത്വം അറിയത്തുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പം, നമ്മുടെ ജീവിതവുമായി നമ്മളിത് ബന്ധിപ്പിക്കുമ്പോൾ, നമുക്കൊരു ആയുസ്സിൽ കർത്താവ് എന്ത് നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൻ്റെ, നമ്മൾ പറയത്തില്ല നല്ല പോർ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു എന്നൊക്കെ പറയുമ്പം, നമ്മുടെ ഒരു ആയുസ്സിൽ എന്തുമാത്രം നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ അധ്വാനിച്ചവർക്ക് മാത്രമേ
അതിൻ്റെ കർത്താവിലുള്ള വിശ്രമത്തിൻ്റെ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അധ്വാനിക്കാത്തവന് വിശ്രമത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ ഒക്കത്തില്ല. വിശ്രമത്തിൻ്റെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ നല്ലപോലെ അധ്വാനിക്കണം. അപ്പം നല്ലപോലെ അധ്വാനിക്കാനായിട്ടുള്ളൊരു ആയുസ് ദൈവം നമുക്ക് ഇപ്പോഴും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ അധ്വാനം എന്ന് പറയുന്നത് കായിക അധ്വാനവും വേണമെന്നില്ല. എന്നാൽ ഈ ദേശത്തിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി നമുക്കറിയാം. ഇപ്പോഴേ ഞാൻ ഇന്നലെ രാത്രിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കുവൈറ്റിൽ വെന്ത് മരിച്ചായിട്ടുള്ള ഒരു കുഞ്ഞാണ് സാജൻ്റെ വീട്ടിൽ ഞാൻ ഇന്നലെ വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ ആ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞാനൊരു 1.5 മണിക്കൂർ സമയം അവിടെ ഇരുന്ന് പാട്ടുകൾ പാടുകയും ഞാനും ഷീജയും കൂടി ഞങ്ങൾ ദിവസം വായിക്കും ഒക്കെ ചെയ്തു. അപ്പം നമ്മൾ ഒരു രാത്രിയായി, രാവിലെ എനിക്ക് കുർബാനയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഒഴിവായി പോവാം. പക്ഷേ നമ്മൾ അവിടെ പോയി അവരുടെ വേദനയിൽ അവരോടുകൂടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ സമയം നമ്മൾ ചെലവഴിച്ച് വരുമ്പം രാത്രിയിൽ 10-യോ 11 മണിക്കോ നമ്മൾ പ്രാർത്ഥനയിൽ തിരിച്ച് വന്ന് കയറി പ്രാർത്ഥിച്ച് നമ്മൾ കിടക്കുമ്പം കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഒരു സുഖമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു പരിശുദ്ധാത്മാവിലുള്ളൊരു പ്രത്യേകമായൊരു സുഖമുണ്ട്. ആ സുഖം നമ്മൾ ആ ജോലി ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് ഒറ്റ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ് കർത്താവിന് വേണ്ടി, നിങ്ങളുടെ ആയുസ്സിൽ നിങ്ങൾക്ക് ഇനിയും എന്തൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകുന്ന ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. എന്നാൽ ഈ ദേശത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അച്ഛൻ എനിക്ക് കണ്ണ് കാണത്തില്ല, വേണ്ട, കണ്ണ് കാണില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കർത്താവ് നിങ്ങളുടെ ഗ്രാമറൊന്നും നോക്കാൻ പോകുന്നില്ല. ദൈവസന്നിധിയിൽ ദേശത്തിന് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, ദേശത്ത് വരുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളത് സ്നേഹബുദ്ധിയാലെ ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാണ് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം. വേറെ ഒന്നുമല്ല. നമ്മൾ വിചാരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് അപ്പം ഇറങ്ങുമെന്ന് പറഞ്ഞാൽ മന്നൊന്നുമല്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ജീവനെ കൊടുക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് ഈ പുല്ലങ്കോട് ദേശത്ത് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് വിനയപ്പെടുത്താം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസം രാവിലെ ഈ ദേവാലയത്തിൻ്റെ ശാന്തതയിൽ അടുത്തു വന്ന് ഞങ്ങൾക്ക് ഇതിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. വിശുദ്ധ കുർബാനയിൽ വ്യാപരിക്കുന്ന കൃപകൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങളും ജീവൻ്റെ അപ്പമായി മാറുന്നതിന്, ഈ ലോകത്തിന് ജീവനെ നൽകുന്ന വലിയ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കുകാരാവുന്നതിന് പ്രാർത്ഥനയിലൂടെയും ഞങ്ങളുടെ അധ്വാനത്തിലൂടെയും അതിനെ മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനാ സമൂഹത്തെ നിൻ്റെ വലതുകൈ നീട്ടി അനുഗ്രഹിച്ച് നിൻ്റെ കൃപയിൽ പൊതിയണം. യേശുവിൻ മൂലം അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് ആരോഗ്യ സ്ഥലങ്ങളിൽ തങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇരുന്നോ എഴുന്നേറ്റോ ഈ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റ് ചൊല്ലാം. സർവശക്തിയുള്ള ബാവതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായും തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെശിഹാതമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവന്തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞനുമായ കർത്താവേ, ചുങ്കക്കാരനെയും പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഓരോരുത്തരോടും കരുണാസമ്പന്ന ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. തന്നുള്ള നിരന്തരമായ കൂട്ടായ്മയിൽ ബുദ്ധിജീവനം നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.
എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. കർത്താവേ, നിൻ വാതിൽ മുട്ടുന്നു അടിയങ്ങൾ. നിന്നാലയം ചേർന്നിന്നു ഞങ്ങൾ അനുഗ്രഹമിരക്കുന്നു. ഗുണവാനേ, നിൻ സത്യത ശുദ്ധീകരിക്കാൻ നീ ഞങ്ങളെ. കർത്താവേ, ഈ സമയത്ത് പരിപൂർണമായ സ്നേഹവും ഐക്യമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിരേകജാതന പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ ബബുകുലസ്വാൻ ലുൽമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവമായ ചുമലും കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശ്വാസമാധാനം ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കൃപയുടെ കർത്താവ് ദൈവമേ, തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബബുകുലസ്വാൻ ലുൽമേൻ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി ഇന്ന് നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഇടയനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാവുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടവാഗ്രത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. ദൈവമായ കർത്താവിനെയാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്യമായ യോഗ്യവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയന്മാരുടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 നാർത്തപാടി സ്ഥിതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കൊയനാൻ ഓ മറീനാൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 എന്ന് ഞങ്ങൾ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ നിർവഹിക്കുന്നതിന് വാഴ്ത്തപ്പെടാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിൽ തലൊരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. കർത്താവേ, നീ വാഴ്ത്തണമേ. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധമുള്ള സ്ലീഹന്മാർക്ക് കൊടുത്തു വാങ്ങി ഭക്ഷിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. എൻ്റെ ഓർമ്മയ്ക്കായി
ചെയ്യുവീനെന്നരുളി ചെയ്തു. ആമേൻ. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ കലർത്തിയതായ കാസിയും അവനടുത്ത് സ്തോത്രം ചെയ്തു. കർത്താവേ, നീ വാഴ്ത്തേണമേ. വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധമുള്ള സ്ത്രീയന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിന് തന്നെ ഇവർക്ക് വേണ്ടി പാവമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ആമേൻ. ഇങ്ങനെ നിങ്ങൾ എപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരം അരുളി ചെയ്തത് തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. ഈ അപ്പം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസയിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, സംബന്ധിക്കുന്ന എല്ലാവർക്കും കടകട പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുകുലസ്ബാൻ ലോൽമേൻ. കർത്താവെ, 4 ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മേച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മേലധ്യക്ഷന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കിം മാർ കൂർലോസ്, ജോസഫ് മാർ ബെർന്നബാസ് എന്നീ സഫ്രഗൻ മെത്രാപ്പൊലിത്താമാരെയും തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്കറിയാസ് മാർ അപ്രൈം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫിം എന്നീ എപ്പിസ്കോപ്പാമാരെയും കശീഷന്മാർ, ഷെമാഷന്മാർ മുതലായി പട്ടത്വത്തിനടുത്ത എല്ലാവരെയും സന്യസ്തർ, സുവിശേഷകർ എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, ഭൂമിയിലുള്ള സർവവംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യമറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബന്മാരെയും സ്ത്രീകന്മാരെയും അറിയിപ്പുകാരെയും എവൻഗലിസ്തന്മാരെയും സഹതന്മാരെയും മോദ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ശ്രമിക്കുന്ന വിശ്വാസികളായ മരിച്ചവരെയും അവസാന നാളിൽ നീർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ തോറ്റപ്പെടുത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദിവസങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ വേണാട്ട് പുത്തൻവീട്ടിൽ ശോശാമ്മച്ചിയുടെ വേർപാടിൽ വേദനിച്ചിരിക്കുന്ന കുടുംബത്തെ ഓർക്കാം. രാവിലെ 10:30 മണിക്ക് ഭവനത്തിലും അതേ തുടർന്ന് ദേവാലയത്തിലും നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഏറിയ വിശ്വാസവും പ്രത്യാശയും ആ കുടുംബത്തിന് കർത്താവ് നൽകുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമീപ ദേശമായ നരിക്കൽ ഇടവകയിൽ സാജൻ ജോർജ് 29 വയസ്സ് മാത്രമുള്ള
പൈതലാണ് കുവൈറ്റിൽ മരണപ്പെട്ടത്. ആ കുടുംബത്തെ പ്രതി നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഇന്ന് നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷകൾ ദൈവമേ ആ കുടുംബത്തിന് പ്രത്യാശ നൽകുന്ന ശുശ്രൂഷയായി തീരുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയും മറ്റുമായി നമുക്ക് ദൈവവിവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. രോഗികളുണ്ട്, കിടക്കയിലായിരിക്കുന്നവരുണ്ട്, പ്രായധിക്യത്തിലും ക്ഷീണത്തിലുള്ള എല്ലാവരെയും ദൈവവിവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എല്ലാവരും നിറയ്ക്കുകയും ഏറിയ വിശ്വാസവും പ്രത്യാശയും കൊണ്ട് എല്ലാവരും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമുക്ക് സംഗ്രഹിക്കുകയും ചെയ്യാം. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാചനകളെ നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ ഞങ്ങൾ നിന്നോട് യാചിച്ച് പരിശുദ്ധനായ നിന്റെ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കൃത പ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോടെ ഇതിനു മുൻപാ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടങ്ങൾ ശിക്ഷിക്കൊള്ളണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യവും അന്തവുമില്ലാത്തതും അന്ത്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മേൽ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ദയതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകോഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. ബാരിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ എന്നെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്നതുമായ സ്ഥലത്തെ പൂർണ്ണമാക്കുന്നവനെന്ന് വൃത്തിവരുത്തവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായും നമ്മോടുകൂടെ കർത്താവിൻ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. ബാരിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ. ആമേൻ. നിൻ ശരണത്തിൽ മൃതരാം നിൻ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലേക്കുണർത്തി
ഞങ്ങൾ ശബ്ദത്തിൽ സ്തുതി പാടുവാൻ മണ്ണിൽ ഞങ്ങളെ ഉയർത്തേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം വന്ദിനും സ്തുതിനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറയ്ക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവരും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഞങ്ങളുടെ വർഗത്തിൻ്റെ നേക്കമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്നടിയാർക്ക് പാപബോധനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവെ, കാണപ്പെടാത്തല്ലാത്ത നിന്റെ പോലെ തീർന്ന് നീട്ടിക്കിടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ നേക്കും തിരുസലമോപസാദനുമായ കാലത്താൽ മുറിക്കപ്പെട്ടും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരീരങ്ങളെ കൈക്കൊള്ളുന്ന ഈ നിന്റെ ആരാധകരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധിൽ വച്ചിരിക്കുന്നതിന് മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലുണ്ടായിരിക്കും. ദൈവത്തിന്റെ ആർദ്രകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരങ്ങൾ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ശരണമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ. കടകട പരിഹാരത്തിനും പാവത്തിനും മോചനത്തിനും വാഗ്ദാനത്താൽ മുറിക്കപ്പെട്ടും ചിന്തപ്പെട്ടതുമായ കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുവിൻ. ആമേൻ. സ്വന്തം നിനക്കിനി ഞാനേശുദേവാ, പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ. പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ. സന്തോഷമെന്നു വഴി നടന്നേ, അതു ചതിവൻ നുണർന്നു നിന്നോടടുത്തു വന്നേ. അതു ചതിവൻ നുണർന്നു നിന്നോടടുത്തു വന്നേ. ഇമ്പം പാപം തരുമെന്നറിഞ്ഞു ചെയ്തേ, അതു ഏറെ തുമ്പം തന്നതാൽ ഭയന്നു വന്നേ. അതു ഏറെ തുമ്പം തന്നതാൽ ഭയന്നു വന്നേ. ലോകം തുണയ്ക്കുമെന്നു ചേർന്നിരുന്നേ, അതിലൊട്ടും സ്ഥിരതയില്ല ഞോടി വന്നേ. അതിലൊട്ടും സ്ഥിരതയില്ല ഞോടി വന്നേ. കായം ബലം സുഖവും കരുത്തിൽ വച്ചേ, ഇതിൽ കാശയ നിത്യമിൻ ദാവരുന്നേ. ഇതിൽ കാശയ നിത്യമിൻ ദാവരുന്നേ. ദേഹം ജീവനും നിൻ മുൻ കാഴ്ച വച്ചേ, ഇനി ചെയ്വേ നിൻ തിരുമനം പോലെ എന്നും. ഇനി ചെയ്വേ നിൻ തിരുമനം പോലെ എന്നും. ശക്തി പ്രാപ്തി ധനവും കാഴ്ച വച്ചേ, തിരു സന്തോഷം നേടുവാൻ നടത്തു വന്നേ. തിരു സന്തോഷം നേടുവാൻ നടത്തു വന്നേ. താങ്ങി നടത്തേണം രക്ഷാകർത്താവേ, പാരം തളർന്നീതാ വന്നിടും ദയവാനെ. പാരം തളർന്നീതാ വന്നിടുന്ന ദയവാനെ. സ്വന്തം നിനക്കിനി ഞാനേശുദേവാ, പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ. പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ. സന്തോഷമെന്നു വഴി നടന്നേ, അതു ചതിവെന്നുണർന്നു നിന്നോടടുത്തു വന്നേ. അതു ചതിവെന്നുണർന്നു നിന്നോടടുത്തു വന്നേ.
തന്നതാൽ ഭയന്നു വന്നേ, അതുയേറെ തുമ്പം തന്നതാൽ ഭയന്നു വന്നേ. ലോകം തുണയ്ക്കുമെന്നു ചേർന്നിരുന്നേ, അതിലൊട്ടും സ്ഥിരതയില്ലാഞ്ഞോടി വന്നേ, അതിലൊട്ടും സ്ഥിരതയില്ലാഞ്ഞോടി വന്നേ. കായം ബലം സുഖവും കരുത്തിൽ വച്ച് ഇതിൽ കാശയ നിത്യമെന്നിതാ വരുന്നേ, ഇതിൽ കാശയ നിത്യമെന്നിതാ വരുന്നേ. ദേഹം ജീവനും നിൻമുൻ കാഴ്ച വച്ച് ഇനി ചെയ്വേ നിന്തിരുമനം പോലെ എന്നും, ഇനി ചെയ്വേ നിന്തിരുമനം പോലെ എന്നും. ശക്തി പ്രാർത്ഥിതനവും കാഴ്ച വച്ച് തിരുസന്തോഷം നേടുവാൻ ഞാൻ അടുത്തു വന്നേ, തിരുസന്തോഷം നേടുവാൻ ഞാൻ അടുത്തു വന്നേ. താങ്ങി നടത്തേണം രക്ഷാകർത്താവേ, പാരം തളർന്നീതാ വന്നിടുന്നേ ദയവാനേ, പാരം തളർന്നീതാ വന്നിടുന്നേ ദയവാനേ. സ്വന്തം നിനക്കിനി ബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായിൽ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്കും പ്രതികാരത്തിനുമായി ഭവിക്കാതെ പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായിട്ട് ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സകല നാമത്തിന് സ്തോത്രം ചെയ്യും. മനുഷ്യരെ ഉയർത്തിപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശയും നീയാകൊണ്ട് ഞങ്ങളോടുള്ള കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ കരുണ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനാൽ കുറ്റപ്പെടുത്തിക്കപ്പെടാതെ പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്കും ലോകത്തുള്ളവരായിട്ടും ആദ്യം മുതലുള്ള നിന്റെ സർവ്വവിശുദ്ധന്മാരോടും കൂടെ ഓഹരി അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നതിനായ ദൈവമേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ട ശേഷം തിരുസന്നിധിയിലെ ഞങ്ങൾ വണക്കുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി സ്വർഗം ചായച്ച ഇറങ്ങി വന്ന വലിയ അത്ഭുതമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകരായ പിതാവായ ദൈവത്തെയും പരിശുദ്ധ റൂഹാതമ്പുരാനെയും ഇടപെടാ സ്ഥിതിപ്പാന്തക്കോണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിപ്പോഴും എപ്പോഴും സർവകാലത്തേക്കും തന്നെ. തങ്ങുക വൃദ്ധരെ മധ്യവയസ്കരെ ശുദ്ധീകരിക്കാം, യുവഹൃദയങ്ങളെ ശക്തീകരിച്ചു ഭരിച്ചിടണമേ. സ്ത്രീകൾക്കാകെ പരിപാകതയും നൽകിയിടണമേ. പൈതങ്ങളെയും കുഞ്ഞുങ്ങളെയും വളർത്തിയിടണമേ. രോഗികൾ സൗഖ്യം, വ്യാധിതർ സുഖവും, ദുർബലർ തുണയും, ക്ഷുത്താൽ പീഡിതരായവർ തൃപ്തിയും അനുഭവിക്കണമേ. നിർധനരെയും അനാഥരെയും പാലിക്കണമേ. നിന്നെ ഐശ്വര്യ തലവരെ നീ പോഷിപ്പിക്കാം. കർത്താവേ, തിരുസന്നിധിയുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. കർത്താവേ, വാഴ്വൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കി സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരീ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപരിഹാരിച്ചിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ വരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ. ആമേൻ.
ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയിൽ മുദ്രിതരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടകളെ പരിഹരിച്ച കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന കൃപയും സമാധാനവും ലഭിക്കേണ്ടതിന് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താൽ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ക്രിസ്തീശുനിൻ കുരിശാലും മധ്യസ്ഥ പ്രാർത്ഥനയാലും ശിക്ഷകൾ ഞങ്ങളിൽ നിന്നൊഴിച്ച് രക്ഷയിലാക്കി കാക്കണമേ. ഇന്ന് ആരാധനയിൽ സംബന്ധിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത ഇടവക ചുമതലക്കാരെയും സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെ ചുമതലക്കാരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും പ്രഭാത ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഗായക സംഘക്കാരോടുള്ള സന്തോഷം അറിയിക്കട്ടെ. പ്രഭാത ഭക്ഷണം എല്ലാവർക്കും ക്രമീകരിച്ചിട്ടുണ്ട്. അത് കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. സർവാശീഷത്തിൻ താതനെ വാഴ്ത്തുവിൻ ലോകരാഗവേ, വാഴ്ത്തുവിൻ സ്വർഗസേനയും വാഴ്ത്തിൻ പിതാ